വിശദമായ വാർത്തകളിലേക്ക്. ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൽ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ഗവർണർക്ക് CRPF സുരക്ഷയൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ ഇക്കാര്യത്തിൽ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കമലേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. കമലേഷ്, SFI ഗവർണർ പോരാട്ടം അത് വീണ്ടും കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കൊല്ലത്ത് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർക്ക് Z+ സുരക്ഷ, CRPFന്റെ സുരക്ഷയൊക്കെ ഒരുക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്? ഭദ്ര, SFIയും ഗവർണറും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്ന് രാവിലെ വലിയ കോലാഹലങ്ങൾ കൊല്ലം നിലമേലിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. SFI പ്രവർത്തകർ ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുന്ന ഒരു പ്രതിഷേധം കൊല്ലത്ത് സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പ്രതിഷേധം പ്രതിഷേധം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഗവർണർ പുറത്തിറങ്ങുകയും പോലീസുമായി വലിയ നിലയിൽ കയർക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തനിക്കെതിരെ കരിങ്കൊടി കാട്ടിയ പ്രവർത്തകരെ ഇപ്പോൾ തന്നെ അവർക്കെതിരെ കേസെടുക്കണം. 17 പേർക്കെതിരെ കേസെടുത്തപ്പോൾ പോലും പറ്റില്ല. മുഴുവൻ ആളുകളെ 50ഓളം പേർ തനിക്കെതിരെ കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. അവരെ മുഴുവൻ ആളുകളെക്കെതിരെയും കേസെടുത്ത് അതിന്റെ FIRന്റെ കോപ്പി തന്നെ കാണിച്ചാൽ മാത്രമേ താൻ ഇവിടെ നിന്നും പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡിൽ ഒരു കടവരാന്തയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത് എന്നുള്ളതാണ്. അത് കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് SFIയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവർണറുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിനിടെ തന്നെ ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അടക്കം ബന്ധപ്പെടുകയും ആഭ്യന്തര സെക്രട്ടറിയുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അമിത്ഷായുമായി അടക്കം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർക്ക് Z+ കാറ്റഗറി ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്. CRPFനായിരിക്കും ഗവർണറുടെ സുരക്ഷയുടെ ചുമതല ഉണ്ടായിരിക്കുക. ഗവർണർക്ക് മാത്രമല്ല, ഗവർണറുടെ വസതിയായ രാജ്ഭവനും CRPFന്റെ ചുമതല ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയ ഒരു വിവരമായി പങ്കുവെക്കാൻ കഴിയുക. ഏതായാലും വലിയ ഒരു പോര് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത് ഉയർന്നു വരാനുള്ള സാഹചര്യം തന്നെയാണ്. ഈ വിഷയമുണ്ടായതിന് തൊട്ട് പിന്നാലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മാധ്യമങ്ങളെ കണ്ടിരുന്നു. PM ആർഷോ പറഞ്ഞ പ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ സമാധാനപരമായാണ് റോഡരികിൽ നിന്നുകൊണ്ട് SFI പ്രവർത്തകർ ബാനറുമേന്തി ഇത്തരം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ ഈ പരിപാടി നടക്കുന്നിടത്ത് വണ്ടി നിർത്തി അവിടുന്ന് പുറത്തിറങ്ങി SFI പ്രവർത്തകരെയും പോലീസുകാരെയും അടക്കം തെറിവിളിക്കുകയും മാനസിക വിഭ്രാന്തിയുള്ള ആളിനെ പോലെയാണ് പെരുമാറിയത് എന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഏതൊക്കെ നിലയിൽ ഈ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും, ഇനിയിപ്പോൾ കേന്ദ്ര സേനയടക്കം വന്ന് സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും പിന്നോട്ട് പോകാൻ SFI ഒരുക്കമല്ല. കൂടുതൽ കടുത്ത സമര പരിപാടികളിലേക്ക്, പ്രതിഷേധ പരിപാടികളിലേക്ക് SFI കടക്കുകയാണ്. ഇന്ന് 10 മണിയുടെ ഇളം വെയിലാണ് ഗവർണർ ഏറ്റിട്ടുള്ളത് എങ്കിൽ ഇനി സമരത്തിന്റെ കൊടും ചൂടിലേക്കാണ് ഗവർണർ പോകാൻ പോകുന്നത് എന്ന ഒരു മുന്നറിയിപ്പാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏതായാലും നേരത്തെ ഗവർണർ ആവശ്യപ്പെട്ടത് പ്രകാരം ഇപ്പോൾ Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ ഗവർണർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. CRPFനാണ്, കേരള പോലീസിനൊപ്പം തന്നെ CRPFന് കൂടിയാണ് ഇപ്പോൾ സുരക്ഷയുടെ ചുമതല നൽകിയിട്ടുള്ളത്. ഭദ്ര. കമലേഷ്, ലൈനിൽ തുടരണം. ഇപ്പോൾ ജോൺ ലോറൻസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ലോറൻസ്, ഗവർണർക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു സംരക്ഷണം നൽകുമ്പോൾ, അതായത് ഇപ്പോൾ ആർഷോയുടെ ഒക്കെ പ്രതികരണം വരുന്നുണ്ട്. അവർ പറയുന്നു പ്രോട്ടോകോളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം കാറിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു സുരക്ഷ ഒരുക്കുമ്പോൾ അത് എത്രത്തോളമായിരിക്കും ഇനി അതിൻ്റെ ഒരു ഭാവി അതെന്തായിരിക്കും? ഒരുപക്ഷെ ഇനിയും SFI പ്രതിഷേധങ്ങൾ കടുപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആർഷോയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാനത്ത് ഗുരുതരമായൊരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഗവർണർക്ക് കേന്ദ്രസേനയുടെ സംരക്ഷണം നൽകുന്നത്. അതായത് കേന്ദ്രസേന എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞതിൻ്റെ ഒരു കാരണം, കേന്ദ്രസേനയുടെ സംരക്ഷണം, അല്ലെങ്കിൽ കേന്ദ്രസേന കേരളത്തിലെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ഒക്കെ ഒരു സംരക്ഷണം നൽകണമെങ്കിൽ ഒന്നുകിൽ അത് കേന്ദ്ര ഉത്തരവിടണം, അതല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വേണം. അത് അല്ലെങ്കിൽ തന്നെ സാധാരണ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാധാരണ കേന്ദ്രസേനയുടെ
ഡെപ്യൂട്ട് ചെയ്യുക. ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു കൺസെൻറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനുമതി അല്ലെങ്കിൽ ഒരു അറിവ് ഇല്ലാതെ ഒരു 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 സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളുടെ നടപടികളുമൊക്കെ ആയി ബന്ധപ്പെട്ട് പോലീസിന് കഴിയാതെ വരുന്ന വിധത്തിൽ ഒരു സാഹചര്യം സംജാതമാകുമ്പോഴാണ് സാധാരണ കേന്ദ്രസേനയുടെ ഒരു തീരുമാനം വരിക. സാധാരണയായി ഈ കേന്ദ്രസേനയുടെ സഹായം വേണമെന്നൊക്കെ വ്യക്തികളും സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരും കോടതികളിൽ തന്നെ വന്നാൽ പോലും സംസ്ഥാന സർക്കാരിനോട് സാധാരണ കോടതികൾ ചോദിക്കാറുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ നിലപാട്, അത് ഞങ്ങൾ കൊടുത്തോളാം, അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. ഇത് ഫെഡറലിസത്തിന് വിരുദ്ധമായ ഒരു തീരുമാനമാണ് ഈ കേന്ദ്രസേന കേരളത്തിൽ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വരിക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരുകളുടെ സുചിന്തിതമായ നിലപാട്. എല്ലാ കാലത്തും കേന്ദ്രസേനയോ അല്ലെങ്കിൽ കേന്ദ്രസേനയുടെ വിഭാഗങ്ങൾ ഏതെങ്കിലും തന്നെ സംരക്ഷണം നൽകണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വേണം. ഇതൊന്നുമില്ലാതെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ ഗവർണർക്ക് സംരക്ഷണം നൽകാൻ പൊടുന്നതിനുള്ള ഒരു തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു വിഷയമല്ല. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന ഒരു ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ അത് സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന CPIM-ന്റെ വിദ്യാർത്ഥി വിഭാഗം ഇത് ഗവർണറും തമ്മിൽ ഒരു പോരിന് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2 മാസമായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു സ്തംഭനം, അതായത് ഗവർണർ VC-മാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടെ ഇടപെടലിൽ പ്രതിഷേധിച്ചാണ് ഈ SFIയുടെ ഈ പ്രതിഷേധമെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വഴിയിൽ തടയുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുക, അദ്ദേഹവുമായിട്ടുള്ള സംഘർഷം കുറച്ച് നാളായി തുടരുന്നു. ഗവർണറെ വഴിയിൽ തടയുക, അപ്പോൾ തന്നെ ഗവർണർ വാഹനത്തിൽ നിന്ന് SFIക്കാരുമായി പോരിന് പോവുക അല്ലെങ്കിൽ SFIക്കാരെ വെല്ലുവിളിക്കുക എന്നുള്ള രീതിയിലുള്ള ഈ സംഘർഷം ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളമായി. ഇത് തിരുവനന്തപുരത്തും കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും ഒക്കെ ഗവർണർ പോകുന്ന വഴിയെല്ലാം തന്നെ നടക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഇതിനൊരു ശമനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് നിലമേൽ വെച്ച് ഗവർണർ ഇന്ന് SFIക്കാർ തടയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം റോഡിലിറങ്ങി SFI പ്രവർത്തകരെ വാടാ പോടാ എന്നുള്ള രീതിയിലുള്ള വെല്ലുവിളിക്കുകയും അതോടൊപ്പം തന്നെ റോഡിൽ കുത്തിയിരുന്ന് അദ്ദേഹം റോഡിൽ കസേരയിൽ ഒരു കടയുടെ വാതിക്കലിരുന്ന് അദ്ദേഹം പ്രതിഷേധിക്കുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഉൾപ്പെടെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിളിക്കുകയും തനിക്കിവിടെ ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അദ്ദേഹം വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ ഇത് പൊടുന്നനെ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഗവർണർക്കെതിരെ 2 മാസമായി തുടരുന്ന ഈ ഒരു വിഷയം, അതായത് സംസ്ഥാനത്ത് നിന്ന് പ്രതിമാസ റിപ്പോർട്ടും പ്രതിദിന റിപ്പോർട്ടും DGP-യും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണർക്ക് നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര നില സംബന്ധിച്ച് ഗവർണർക്ക് പ്രതിമാസ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അത് ഗവർണർ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന അല്ലെങ്കിൽ ഗവർണർ രാഷ്ട്രപതിക്ക് കൈമാറുന്നുണ്ട്, കേന്ദ്ര സർക്കാരിന് കൈമാറുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന ഈ റിപ്പോർട്ട്, ഗവർണറുടെ ഈ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പ്രതിമാസം കാണുന്നുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില അവർ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ച ഉണ്ട് എന്ന ഗവർണറുടെ ഒരു ആക്ഷേപം ഇപ്പോൾ കേന്ദ്രം ശരിവെച്ചിരിക്കുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു വിദ്യാർത്ഥി ജനവിഭാഗം സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവൻ എന്നുള്ള രീതിയിലുള്ള ഗവർണർക്ക് സംരക്ഷണം നൽകേണ്ട ഗവർണർക്ക് പോലീസ് നൽകുന്ന സംരക്ഷണം അപര്യാപ്തമാണ്. പോലീസ് ഗവർണർക്ക് ഇങ്ങനെ അകമ്പടി പോകുന്നു എന്നുള്ളതല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ കാര്യമായി ഇടപെടുന്നില്ല. ഏത് തരത്തിലുള്ള ഒരു സംരക്ഷണമാണ് നിങ്ങൾ ഒരുക്കുന്നതെന്ന് ഗവർണറോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. Z+ കാറ്റഗറി ഉള്ള ഒരാളാണ്. Z+ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചില്ലറയായ സുരക്ഷയല്ല, ഏതാണ്ട് 3-4 ലെയർ ഉള്ള ഒരു സംരക്ഷണമാണ് ഗവർണർക്കായാലും മുഖ്യമന്ത്രിക്കും Z+ കാറ്റഗറി ഉള്ള ആളാണ്. ആ രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് നൽകി. മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലാണ് നിങ്ങൾ സംരക്ഷണം നൽകുക. ഞാനും മുഖ്യമന്ത്രിയും ഒരേ കാറ്റഗറിയിലുള്ള സംരക്ഷണത്തിന് അർഹനായിട്ടുള്ള ഒരാളാണ്. മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണമാണോ നൽകുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് അടുത്തേക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ചെല്ലാൻ കഴിയുമോ? അപ്പോൾ തനിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിന് മുന്നിൽ മുഖ്യമന്ത്രിയുണ്ട്. ഇന്നും അദ്ദേഹം നിലമേൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് തനിക്കെതിരായ സമരത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണുള്ളത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് തനിക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല, തന്നെ ആളുകൾ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഗവർണർ കഴിഞ്ഞ 2 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ ഏതൊക്കെ തരത്തിലാണ് ഗവർണർ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഇന്ന് ഏതായാലും പൊടുന്നനെ ഇത് വിഷയം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർക്കെതിരെ ഈ കൊല്ലം നിലമേലിലുണ്ടായി പ്രതിഷേധത്തിന് അദ്ദേഹം നേരിട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ വിളിക്കുകയുണ്ടായി. അതേയൊക്കെ തുടർന്നൊക്കെയാണ് ഈ വിഷയങ്ങൾ ഇപ്പോൾ ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് ഇത് ഭൂഷണമല്ലാത്ത ഒരു രീതിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇതിലേക്ക് വരാൻ കഴിയുക. കാരണം സംസ്ഥാനത്തെ മന്ത്രിമാരുൾപ്പെടെ ഇന്ന് ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രോട്ടോകോൾ പ്രകാരം നൽകുന്നു, ഗവർണർ സമനില തെറ്റിയ രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പൊടുന്നനെ കേന്ദ്ര ഇടപെടലുണ്ടായിരിക്കുന്നത്. എന്നിരുന്നാൽ ഇത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിന് ഏതായാലും ഇതൊരു ഭൂഷണമാണ്. തിരിച്ചടി എന്ന വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല. കാരണം ഇത് ഇപ്പോൾ കേന്ദ്ര സേനയുടെ ഒരു ഇടപെടൽ, കേന്ദ്ര സേന എന്ന് എടുത്തു പറയുന്നതിന് CRPF കേന്ദ്ര സേനയാണ്. അത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാതെ കേരളത്തിൽ വരില്ല, അല്ലെങ്കിൽ കോടതി ഒരു നിർദ്ദേശം നൽകണം. ഇത് രണ്ടുമില്ലാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ
ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സേനയുടെ ചുമതലയുള്ള ജോൺ ലോറൻസ്, പാങ്ങോടുള്ള അതായത്